അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 അഹ്കാമുൽ ഇസ്ലാം 10ാം പാഠം തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇതിന് മുമ്പത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് വേണമെങ്കിൽ വീഡിയോൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള എൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് ചാനലിൽ പോവാൻ സാധിക്കും. പോയതിനു ശേഷം പ്ലേലിസ്റ്റ് എടുക്കുക. എടുത്തതിന് ശേഷം ക്ലാസ് 5 അഹ്കാമുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കൂട്ടുകാർക്ക് ലഭ്യമാകും. അതിൽ ആവശ്യമുള്ള പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കൂട്ടുകാർക്ക് എടുത്തു നോക്കാം. അതുപോലെ ക്ലാസ് 5, 4, 3 ഈ 3 ക്ലാസ്സുകളുടെ പഴയ സിലബസ് വേണമെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ചാനലിൽ പോവുക, പ്ലേലിസ്റ്റ് എടുക്കുക, ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നോക്കിയാൽ ഞാൻ പഴയ സിലബസിൻ്റെയും ഇട്ടിട്ടുണ്ടാകും. അതിൽ ആവശ്യമുള്ള ക്ലാസ്സിൻ്റെ ആവശ്യമുള്ള സബ്ജക്റ്റ് എടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. കൂട്ടുകാർ പാഠം നല്ലോണം വായിക്കണം, വായിച്ച് മനസ്സിലാക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ പാഠത്തിൽ പ്രത്യേകം പഠിക്കാനുള്ള ഭാഗങ്ങൾ നോക്കാം. ഈ പാഠത്തിൽ നാം ജമാഅത്തിൻ്റെ ഷർത്തുകളാണ് പഠിക്കുന്നത്. അപ്പോൾ നോക്കൂ, മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലത്തുള്ള ജമാഅത്തിൽ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കൽ ഷർത്താണ്. അതായത് മസ്ജിദ്, പള്ളിയല്ലാത്ത സ്ഥലത്തുള്ള ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമിനെയോ അല്ലെങ്കിൽ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കണം. അത് ജമാഅത്തിൻ്റെ ഷർത്താണ്. ഷർത്ത് നഷ്ടമായാൽ ജമാഅത്ത് നിസ്കാരം ശരിയാവുമോ? ഇല്ല, ജമാഅത്ത് ശരിയാവില്ല. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മാത്രമാണ് ജമാഅത്തിന് ഷർത്ത്? അല്ല, ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, ഇമാമിനോട് തുടരുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഇമാമിനോട് തുടരുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 2, കാൽ മടമ്പ് കൊണ്ട് ഇമാമിൻ്റെ മുമ്പിലാകാതിരിക്കുക. 3, ഇമാമിൻ്റെ ചലനങ്ങൾ അറിയുക. 4, കിബിലയ്ക്ക് പിന്നിടാതെ ഇമാമിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയുക. ഇതെല്ലാം ജമാഅത്തിൻ്റെ ഷർത്തുകളാണ്. ഇതെല്ലാം കൂട്ടുകാർ നല്ലോണം പഠിക്കണം. അതുപോലെ പാഠത്തിൻ്റെ അവസാനം നോക്കൂ, ഒരു ബോക്സ് ഉണ്ട്. ഇതും നല്ലോണം പഠിക്കണം. ഇത് ഇഷ്റഹിൽ മാന എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. യഉമ്മുൽ ഖൗമ അഖ്റഉഹും, അതായത് പാരായണം നന്നായി അറിയുന്നവർ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കണം. ഇതാണ് അർത്ഥം. നമുക്കിനി തദ്രീബാത്ത് നോക്കാം. എല്ലാവരും തദ്രീബാത്ത് എടുത്തില്ലേ? തദ്രീബാത്തിൽ ആദ്യം നുഇദ്ദു ബയാന. 1, നിങ്ങളുടെ വീട്ടിൽ നടന്ന നോമ്പ് സൽക്കാരത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. എൻ്റെ വീട്ടിൽ എല്ലാ കുടുംബക്കാരും വന്നിരുന്നു. അന്ന് ഉമ്മയും അമ്മായിയും ഇത്താത്തയും ചേർന്ന് നോമ്പിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കി. പത്തിരി ചുട്ടത് എൻ്റെ ഇത്താത്തയായിരുന്നു. ഉപ്പ മാർക്കറ്റിൽ നിന്ന് പഴവും മുന്തിരിയും കാരക്കയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മ അതെല്ലാം ഒരു പാത്രത്തിലാക്കി മേശപ്പുറത്ത് വെച്ചു. അമ്മായി മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി. നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ ഞങ്ങൾ എല്ലാവരും
വുളു ചെയ്തു. നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റ് ചൊല്ലി. ഉമ്മ എല്ലാവർക്കും വെള്ളവും കാരക്കയും നൽകി. നോമ്പ് തുറന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ജമാഅത്തായി മഗ്‌രിബ് നിസ്കരിച്ചു. ശേഷം പത്തിരിയും ഇറച്ചിയും ഉമ്മ എല്ലാവർക്കും വിളമ്പി. ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഖുർആൻ ഓതി. ശേഷം ഇശാ നിസ്കാരത്തിനും തറാവീഹ് നമസ്കാരത്തിനുമായി ഞാനും ഉപ്പയും പള്ളിയിലേക്ക് പോയി. അടുത്തത് നുജീബ്, ഉത്തരമെഴുതുക. 1. ജമാഅത്തിന്റെ ഷർത്തുകൾ ഏതെല്ലാം? 1. ഇമാമിനോട് തുടരുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 2. കാൽ മടമ്പ് കൊണ്ട് ഇമാമിന്റെ മുമ്പിലാകാതിരിക്കുക. 3. ഇമാമിന്റെ ചലനങ്ങൾ അറിയുക. 4. കിബിലക്ക് പിന്നിടാതെ ഇമാമിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയുക. രണ്ടാമത്തെ ചോദ്യം, മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലത്ത് ജമാഅത്ത് നടത്തുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ത്? ഉത്തരം, മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലത്തുള്ള ജമാഅത്തിൽ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കൽ ഷർത്താണ്. ഷർത്ത് നഷ്ടമായാൽ ജമാഅത്ത് ശരിയാവില്ല. മൂന്നാമത്തെ ചോദ്യം, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂം എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉത്തരം, മഅ്മൂം ഇമാമിനെ പിന്തുടരുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. അടുത്ത പേജ് നോക്കൂ. നാലാമത്തെ ചോദ്യം, ഷർത്ത് നഷ്ടമായാൽ ശരിയാവുകയില്ല എന്ത്? ഉത്തരം, ജമാഅത്ത്. അടുത്തത് നഖ്റഉ നക്തുബ്. ഇവിടെ കൊടുത്തതൊക്കെ അതുപോലെ കൊടുത്ത ബോക്സിൽ എഴുതുക. അലൈക ബിൽ ജമാഅ, അതതുപോലെ കൊടുത്ത ബോക്സിൽ എഴുതുക. മുമ്പിൽ മഗ്‌രിബ്, മടമ്പ്, ഇഖാമത്ത്, നഷ്ടം, ജമാഅത്ത്, ഭക്ഷണം, അൽ ഇമാമു വൽ മഅ്മൂം. അവസാനം നോക്കൂ, പള്ളികൾ. ഇതോടെ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.